പിന്നെ നമ്മള് മരിച്ചാ എന്താ ചെല്ലല്? ഒരാള് മരിച്ചു എന്ന് ഇപ്പൊ ഈ സഭയിൽ വന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെല്ലുക? അതെ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതിപ്പോ നമ്മളെ സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസികൾക്ക് അത് ഓതുന്നതിന് കുഴപ്പമില്ല. വേറെ കുറച്ച് ആൾക്കാരുണ്ട് നമ്മളെ നാട്ടില് മരിച്ചാ ഓതാൻ പാടില്ല. ആ കൂട്ടർ ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, ഇല്ലെങ്കിൽ ഉണ്ടാകണ്ട. നിങ്ങൾ ശ്രദ്ധിക്കാൻ നിൽക്കണ്ട. മരിച്ചോർത്ത് ഓതാൻ പാടില്ല, മരിച്ചാല് ഖുർആൻ ഓതാൻ പാടില്ല അല്ലേ? ഇപ്പൊ നമ്മള് മരിച്ചു എന്ന് കേട്ടപ്പോ ഏതേ ഓതിയത്? ഖുർആൻ. അപ്പൊ ഇവരൊക്കെ മരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി എന്താ ചെല്ലുക? ഇന്നാ ലില്ലാഹി ചെല്ലാൻ പറ്റും. പാർട്ടി മാറിങ്ങാണ്ടേ ഫാഷൻ നോക്കിയാണ്ട് പോയാണ്ടല്ല എന്താ വരാൻ പോണെന്ന് നോക്കിക്കോളി. മരിച്ചാല് ഖുർആൻ ഓതാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ പിന്നെ ഇവരൊക്കെ മരിച്ചു എന്ന് പറഞ്ഞാൽ ഇന്നാ ലില്ലാഹി ചെല്ലാൻ പറ്റുമോ? പിന്നെന്താ നമ്മള് ചെയ്യാ? ഓരോ വേറെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോ ഇപ്പൊ തന്നെ എന്താണ് ചെല്ലുക? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പൊ എന്തപ്പോ ചെല്ലിയത് വെച്ചോ? എന്നെ കണ്ടപ്പോ ചെല്ലിയതാണ്. എന്ത് മരിച്ചാ ഏതായാലും ചെല്ലാൻ പറ്റൂല്ലോ. മരിച്ചാ ഖുർആൻ ഓതാൻ പറ്റൂല. അപ്പൊ ഞാൻ എന്റെ മകളിൽ ഇപ്പൊ തന്നെയാണ് ഓതട്ടെ എന്ന് അല്ലേ? കുറച്ച് വിട്ടെന്നാ മതി, സംഗതി നടക്കണതിന് കുഴപ്പമൊന്നുമില്ല. അള്ളാഹു തആല ഖൈറും ബർക്കത്തും തരട്ടെ. അല്ല നമ്മള് ഏത് തടി കാക്കാന്നുള്ളത് അവനാന്റെ തീപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അള്ളാഹ്. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ നോക്കിയും, നിങ്ങൾ എവിടെ നോക്കി, നമ്മൾ ഭൂമിന്ന് അവസാനത്തെ യാത്രയപ്പാണ് കൊടുക്കാണ് അല്ലേ? ഖബറിലൊക്കെ താഴ്ത്തി വെച്ചിട്ട് മൂട് കല്ല് വെച്ചിട്ട് നമ്മളെ വകയായിട്ട് നമ്മളൊക്കെ മണ്ണെന്നാണ്, മണ്ണൊക്കെ തന്നെ തിരിച്ചു പോകും. അതിന്റെ ഒരു 3 പൊടി മണ്ണ് വാരിടുമ്പോ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. അത് ഖുർആനാണോ അല്ലേ? അത് ഖുർആനാണോ അല്ലേ? ഇവരൊക്കെ മരിച്ചാ ഖുർആൻ ഓതാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ പിന്നെ മിൻഹാ ഖലഖനാകും ഓതിയിട്ട് മണ്ണിടാൻ പറ്റുമോ? നിങ്ങൾ ചെറിച്ച് കഴിച്ചാലേ പറ്റൂല. മണ്ണിടാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ ഇനി എന്താ ചെയ്യാ? നമ്മള് മിൻഹാ ഖലഖനാകും ചെല്ലാൻ പറ്റുമെങ്കിൽ പോണ വഴിക്ക് പോട്ടെ എന്ന് പറയേണ്ടി വരും. അല്ല എന്താ നമുക്ക് പറഞ്ഞത്? ഇത് നമ്മളെ കുറ്റല്ല, നമ്മളാരും കുറ്റ. ബിസ്മില്ലാ എന്ന് ഓതിയാ ഖുർആനായി. എന്നാ ഞാൻ മരിച്ചു എന്നിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ദിക്റായി അല്ലേ? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ തക്ബീറായി. ഇതൊന്നും മരിച്ചവർക്ക് പറ്റൂല എന്നാ പറയുന്നത്. ഇങ്ങനത്തെ പാർട്ടിയിലൊക്കെ ചേർന്ന് പടച്ചോനെ ഞങ്ങളെ മക്കളെ പരമ്പരയെ നീ കാക്കണേ അല്ലാ. നമ്മൾ ഓരോരോ സംഗതി മനസ്സിലാക്കണോ അല്ലേ? കിതാബോ ഇതൊക്കെ ആലിമ്യങ്ങൾ പറയട്ടെ. നമ്മളെത്ത് നാടൻ മട്ടത്തിലില്ലേ പല സംഗതി. ഞങ്ങൾ നന്ദി പഠിക്കുന്ന സമയത്ത് ഒരു നാടൻ ചങ്ങായി ഏറ്റവും വെക്കാണ് കൂടുതൽ. അപ്പൊ ഓൻ ചോദിച്ചു, ഇതൊക്കെ ഞങ്ങളെ കോളേജ് പഠിപ്പിച്ചു ചോദിച്ചു. ഞാൻ പറഞ്ഞു, കോളേജ് പഠിപ്പിച്ചതൊന്നും എടുക്കാനായിട്ടില്ല, ഇതിപ്പോ അടുക്കളയിൽ നിന്ന് പറയുന്നത് തീർന്നിട്ടില്ലല്ലോ. ഓരോന്ന് സംഗതി ഇല്ലേ? അള്ളാഹു നമുക്ക് ഖൈറും ബർക്കത്തും ഏറ്റി തരട്ടെ.